അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാ ഫോക്കസ്. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് റവയും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ടുള്ള ഒരു കിടിലൻ സ്നാക്കുമായിട്ടാണ്. പൊട്ടറ്റോ റവ സ്നാക്ക് തയ്യാറാക്കാൻ നമുക്ക് 3 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെക്കാം. ഇനി ഇതിന് വേണ്ട ബാക്കി ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചെറുതായി അരിഞ്ഞ സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, നന്നായി വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ്, 2 കപ്പ് റവ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം ഇവ നന്നായി ചൂടാക്കിയെടുത്തിട്ടുണ്ട്. വെള്ളം തിളക്കുമ്പോഴത്തേക്കും നമുക്ക് നന്നായി വേവിച്ച ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ചൂടാക്കി വെച്ച മസാലപ്പൊടികളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ട് വേണം നമുക്ക് റവ ഇട്ട് അതിലേക്ക് നന്നായി കുറുക്കിയെടുക്കാൻ. നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അടിക്ക് പിടിക്കാതെ നന്നായി കുറുക്കിയെടുക്കണം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന വിധമാകുമ്പോൾ നമുക്കത് ചൂടാറാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിവിടെ സവാളയൊന്നും വഴറ്റിയെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് എല്ലാ ചേരുവകളും മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. ബാക്കിയുള്ള ചേരുവകൾക്ക് വേണ്ടിയുള്ള ഉപ്പും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി കുഴച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിലും ഫിംഗർ ഷേപ്പിലും വടയുടെ ഷേപ്പിലുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വറുക്കാനുള്ള പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായി വറുത്ത് കോരിയെടുക്കാം. ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇവയെല്ലാം ഒന്ന് മറിച്ചിടാം. ഇനി ഇതെല്ലാം വറുത്ത് കോരി എടുക്കാം. ഇത് വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമല്ലോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഷാ ഫോക്കസിലൂടെ നമുക്ക് ഇനിയും കാണാം. ബൈ. Subscribe now and press the bell icon. Never miss an update.